ഇപ്പോൾ കൊച്ചിയിൽ നിന്നും അഭിനന്ദ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അപ്ഡേറ്റ് വരുന്നു. സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളാൻ സാധ്യതയുണ്ട് എന്നാണ് ആ വാർത്ത. വരണാധികാരിയുമായി വാക്കുതർക്കം ഉണ്ടാകുന്നു. ട്രഷറർ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് പത്രിക നൽകിയത്. ഈ ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രിക പരിഗണിക്കുന്നതിനിടെയാണ് ഈ വാക്കുതർക്കം ഉണ്ടായത് എന്ന് പറയുന്നു. രൂക്ഷമായ വാക്കുതർക്കമാണ് ഉണ്ടാകുന്നത്. അത് ആരൊക്കെ തമ്മിലാണ് എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. YS അഭിനന്ദ് അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അഭി, ഈ വാക്കുതർക്കം ആരൊക്കെ തമ്മിലാണ്, എന്താണ് ഈ പത്രിക തള്ളാൻ സാധ്യത എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്? നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് പരിശോധനയാണ് അല്പസമയത്തിനും നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രഷറർ സ്ഥാനത്തേക്കും ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കും അങ്ങനെ 3 പത്രികകളായിരുന്നു സമർപ്പിച്ചിരുന്നത്. അതിനകത്ത് ഇപ്പോൾ ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രിക പരിഗണിക്കുന്നതിനിടയിലാണ് സാന്ദ്ര തോമസിന്റെ പത്രിക അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വരണാധികാരി അറിയിക്കുന്നത്. അതിനകത്ത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് സാന്ദ്ര 4 സിനിമകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് 1 അംഗമായിട്ടിരിക്കുന്ന ബൈലോ പ്രകാരം, സംഘടനയുടെ ബൈലോ പ്രകാരം 9 അതായത് ഈ സംഘടനയുടെ ബൈലോ പ്രകാരം ഒരംഗം 2-ലധികം സിനിമകൾ നിർമ്മിക്കണം. ആ നിർമ്മിക്കുമെങ്കിൽ മാത്രമേ മത്സര രംഗത്തേക്ക് വരാൻ കഴിയൂ എന്നതായിരുന്നു നേരത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ബൈലോ. ആ ബൈലോ തെറ്റിച്ചുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് സാന്ദ്ര തോമസ് പത്രിക സമർപ്പിച്ചിരിക്കുന്നുവെന്നാണ് വരണാധികാരി ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ തന്റെ പക്കൽ 9 സിനിമകളുണ്ട്, താൻ 9 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഫ്രൈഡേ ഫിലിം പ്രൊഡക്ഷൻസിന്റെ ഭാഗമായി 7 സിനിമകൾ, പിന്നീട് സ്വന്തമായി സാന്ദ്ര തോമസ് ഫിലിം പ്രൊഡക്ഷൻസിന്റെ ഭാഗമായി 2 സിനിമകൾ കൂടി ചേർത്ത് 9 സിനിമകൾ. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നമുക്കത് നോക്കാം, എന്താണ് ആ തർക്കം എന്നുള്ളത്. യെസ്, ഈ രീതിയിലാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസും ഭരണാധികാരിയും തമ്മിലുള്ള തർക്കമുണ്ടായത്. വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയുള്ള വാക്ക് തർക്കം അവിടെ ഉണ്ടാവുകയാണ്. മത്സരിക്കാൻ യോഗ്യതയില്ല, അതെന്താണ് എന്നത് ചോദ്യം ചെയ്യുകയാണ് സാന്ദ്ര തോമസ് അവിടെ ചെയ്തത്. നേരത്തെ തന്നെ സാന്ദ്ര തോമസിന്റെ പരാമർശങ്ങൾ, സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളൊക്കെ തന്നെ വലിയ വാർത്തയായതാണ്. കഴിഞ്ഞ തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ പർദ്ദയിട്ടെത്തിയ സാന്ദ്ര തോമസ് നമ്മൾ കണ്ടതാണ്. അവിടുത്തെ പുരുഷന്മാരെ കുറിച്ചൊക്കെ കൃത്യമായി പുരുഷ നിർമ്മാതാക്കളെ കുറിച്ചൊക്കെ സാന്ദ്ര പറഞ്ഞ വാക്കുകൾ അതൊക്കെ വലിയ വാർത്തയായതുമാണ്. ഇപ്പോൾ അതിന് പിന്നാലെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഈ രീതിയിൽ പത്രിക തള്ളാൻ സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ട് തള്ളുന്നു? ഇത്ര സിനിമകളുടെ എണ്ണം അത് ഉണ്ടെങ്കിൽ മാത്രമേ, നിർമ്മാതാവ് നിലയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ യോഗ്യത ഉണ്ടാവുകയുള്ളൂ എന്ന് ഭരണാധികാരികൾ പറയുന്നു. പക്ഷേ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല സാന്ദ്ര തോമസ്. അതിനെതിരെയാണ് കൃത്യമായി ചില കാര്യങ്ങൾ അവിടെ ബോധിപ്പിക്കാൻ അവരുടെ ശ്രമിക്കുന്നതും. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കൈ ചൂണ്ടി അവിടെ സംസാരിക്കുന്ന സാന്ദ്ര തോമസിനെയും ഒപ്പം അത് എതിർക്കുന്ന അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കുന്ന ഭരണാധികാരികളെ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക്. യെസ്, അഭിനന്ദ് തുടരുന്നുണ്ട്. അഭി, ഈ സുരേഷ് കുമാറും സാന്ദ്ര തോമസും തമ്മിലാണോ ശക്തമായ വാക്കേറ്റം ഉണ്ടായത്? അതിൽ സാന്ദ്ര തോമസിന് പിന്തുണ നൽകിക്കൊണ്ട് സജി നമ്പ്യാട്ട് അടക്കം അവിടെ കാണാം. പിന്തുണയാണോന്ന് അറിയില്ല, അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? ഭരണാധികാരികൾ ട്രഷറർ സ്ഥാനത്തേക്ക് ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പത്രികകളായിരുന്നു വരണാധികാരിക്ക് മുൻപാകെ നേരത്തെ സമർപ്പിച്ചത്. അതിനകത്ത് ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രിക സമർപ്പിക്കുന്ന വേളയിലാണ് ആ പത്രിക പരിഗണിക്കുന്ന സൂക്ഷ്മ പരിശോധനയ്ക്ക് എടുത്ത സമയത്താണ് സാന്ദ്രയുടെ പേരിൽ 2 സിനിമകൾ മാത്രമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രേഖകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് സാന്ദ്ര തോമസ് ഫിലിം പ്രൊഡക്ഷൻസിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ സംഘടനയുടെ ബൈലോ പ്രകാരം ഒരംഗം 3-ലധികം സിനിമകൾ നിർമ്മിച്ചുള്ള രേഖകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ലഭിച്ചെങ്കിൽ മാത്രമേ അത്തരത്തിലേക്ക് മത്സരിക്കുവാനുള്ള യോഗ്യതയുള്ളതെന്നാണ് സംഘടന ബൈലോ പ്രകാരം പറയുന്നത്. ആ സംഘടന ബൈലോ തെറ്റിച്ചുകൊണ്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്ന് വരണാധികാരി ചൂണ്ടിക്കാട്ടുന്നു. ആ സമയത്ത് തന്നെ വളരെ രീതിയിൽ ക്ഷോഭിച്ചുകൊണ്ട് വരണാധികാരിയുടെ ഇക്കാര്യം പറയുന്നു. വരണാധികാരിയുടെ ഇടപെടൽ ഇപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന B രാകേഷാണ് ഇതിനകത്ത് ഇടപെട്ടതെന്നും വരണാധികാരികളോട് ഈ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഇതിലേക്ക് ആക്കിയത് B രാകേഷ് ആണെന്നുള്ള രൂക്ഷ വിമർശനവുമായി ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും സാന്ദ്ര തോമസ് അവിടെ എത്തുന്നു. പിന്നീട് ഈ വരണാധികാരിയുമായി
ശക്തമായിട്ടുള്ള രൂക്ഷമായ വാക്കേറ്റം ഉണ്ടാകുന്നു. അവിടെ നിന്ന് തന്നെ ബി രാഗേഷ് ഇത്തരത്തിലേക്ക് പറയുന്നു, ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലേക്ക് സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇത്രയും മാധ്യമങ്ങൾ നോക്കി നിൽക്കെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് സാന്ദ്ര തോമസ് ആണെന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തങ്ങൾക്കെതിരെ ഉന്നയിച്ച സമയത്ത് തങ്ങൾ മിണ്ടിയിട്ടില്ല. ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ സമയത്ത് എന്തിനാണ് ഇങ്ങനെയുള്ള ഷോ ഓഫ് കാണിക്കുന്നതെന്നുമായിരുന്നു ബി രാഗേഷ് ചോദിച്ചത്. പിന്നാലെ തന്നെ അവിടെ നിന്നും പ്രൊഡ്യൂസർ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജി സുരേഷ് കുമാർ, നിർമ്മാതാവ് ജി സുരേഷ് കുമാർ സ്ഥലത്തുനിന്ന് എഴുന്നേൽക്കുന്നു. സാന്ദ്ര തോമസിനോട് ഇക്കാര്യം വ്യക്തമായി പറയുന്നു. കാര്യം ഇത് അഭിനന്ദനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ടെലിഫോണിൽ വ്യക്തത കുറവുണ്ട് അഭി. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ വാക്കേറ്റം ഉണ്ടായിരുന്നു അവിടെ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു വാക്കേറ്റം, അതും ഈ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്ന സമയത്താണ് ഈ വാക്കേറ്റം ഉണ്ടായത്. മത്സരിക്കാൻ യോഗ്യതയില്ല, അതുകൊണ്ട് സാന്ദ്ര തോമസിന്റെ പത്രികകൾ തള്ളും, നാമനിർദ്ദേശ പത്രികകൾ തള്ളും എന്ന സ്ഥിതി വന്നപ്പോഴാണ് അതിനെ എതിർത്തുകൊണ്ട് സാന്ദ്ര തോമസ് തന്നെ രംഗത്തെത്തിയത്. അതിൽ എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എന്നൊക്കെ ചോദ്യം ചെയ്യുകയായിരുന്നു അവിടെ സാന്ദ്ര തോമസ് ചെയ്തത്. അത് ഈ സംഘടനാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ഈ ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കവേ ഉണ്ടാകുന്നത് എന്നൊക്കെ മറുവാദം ഉന്നയിച്ച് വലിയ വാക്കേറ്റം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും സാന്ദ്ര തോമസ് അവിടെ തുടരുന്നുണ്ട്, ഹാളിൽ തുടരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു തീരുമാനം, ഈ പത്രിക തള്ളുമോ ഇല്ലയോ, അതിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല, പക്ഷേ തള്ളാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ 2 സിനിമകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ലിസ്റ്റിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ, കീ പൊസിഷൻസിലേക്ക് മത്സരിക്കാൻ സാന്ദ്ര തോമസിന് കഴിയില്ല എന്നാണ് ഭരണാധികാരികൾ എടുത്തിരിക്കുന്ന നിലപാട്. അത് സൂക്ഷ്മ പരിശോധന സമയത്താണ് നിലപാട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്രികകൾ സ്വാഭാവികമായും തള്ളേണ്ടി വരും എന്നാണ് അവർ വ്യക്തമാക്കിയത്. അതിനെതിരെയാണ് സാന്ദ്ര തോമസ് രംഗത്തെത്തിയത് പരസ്യമായി.